പറഞ്ഞുകൊണ്ടുവരുന്നത് ആത്മാക്കളുടെ ലോകം അത്ഭുതമാണ്. ആത്മാക്കളുടെ ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഭൗതിക ലോകത്തെ പ്രശ്നങ്ങൾ വെച്ചിട്ട് നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല എന്നർത്ഥം. അത് വേറൊരു ലോകമാണ്. അതിനെ സംബന്ധിച്ച് എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്ത് പഠിപ്പിച്ചു, അതേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. നിഷേധിക്കരുത്. ബുദ്ധി അല്ലെങ്കിൽ യുക്തിയെ ഇവിടെ നമ്മൾ ഹക്കമാക്കാൻ പാടില്ല എന്നർത്ഥം. അന്നഫ്സുൽ മുത്മഇന്ന, ആശ്വാസം കൊണ്ട് മരിക്കുന്ന ശരീരങ്ങൾ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു രണ്ട് മഹാന്മാരുടെ സംഭവം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ഖലീഫയായിരുന്നവർ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ വധിക്കപ്പെട്ട ആളാണ്. വീട്ടിലായിരിക്കെ ഹാഫറു, അന്നത്തെ ചില പൊളിറ്റീഷ്യൻസ്, അന്നത്തെ അധികാരത്തിന്റെ ദാഹികളായിരുന്ന ചില ദുഷ്ട മനുഷ്യന്മാർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വന്ന് വധിക്കുകയാണ്. അല്ലെ, അവരന്ന് ഓതിയിരുന്ന മുസ്ഹഫ് ഇന്ന് ഇസ്താംബുൾ മ്യൂസിയത്തിൽ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചോര പുരണ്ട മുസ്ഹഫ് ഇന്നും കിടക്കുന്നുണ്ട്. ഉസ്മാൻ തങ്ങളെ വധിക്കാൻ വേണ്ടി വന്നപ്പോ അവര് ചോദിച്ചു, നിങ്ങൾക്കറിയില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്നും വെള്ളം കുടിക്കുമായിരുന്ന ബിഅ്റു റൂമ എന്ന് പറഞ്ഞ കിണർ, ആ കിണറ്റിലെ വെള്ളം കുടിക്കാൻ തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നല്ലോ, അത് തങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്കുമായി വാങ്ങണം, അത് വാങ്ങിച്ചു തരുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് വാങ്ങിച്ചില്ലേ? തന്റെ കൊലയാളികളോട് ചോദിച്ചു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ബലാ വല്ലാഹ്, നിങ്ങളതൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ അറിയാം. എന്നിട്ട് ചോദിച്ചു, ഞാനും അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ രണ്ട് സ്വഹാബിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹും അഷ്റഫുൽ ഖൽഖ് തങ്ങളും മക്കയിലെ സബീറിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ അന്നത്തെ ഒരു മക്കയിലുള്ള ഒരു മലയുടെ പുറത്ത് അല്ലാഹുവിന്റെ ഹബീബും തങ്ങളുടെ കൂടെയുണ്ട്. അബൂബക്കർ എന്നവർ, ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മലങ്ങ് ചരിച്ചു, പർവ്വതം ഇളകാൻ തുടങ്ങി, കല്ലുകൾ പോലും അടർന്നു വീണ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഖലഹു ബിരിജ്ലി, കാലുകൊണ്ട് ചവിട്ടിക്കൊണ്ട് പറഞ്ഞു, ഉസ്കുൻ സബീർ, ഓ സബീർ അടങ്ങിയിരിക്കേ, ഫമാ അലൈക ഇല്ലാ നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ, നിന്റെ മുകളിൽ നിൽക്കുന്നത് നബിയാണ്, സിദ്ദീഖ് എന്നവരുമാണ്, പിന്നെ രണ്ട് ശുഹദാക്കളുമാണ്. ആരാണ് ഈ രണ്ട് ശുഹദാക്കൾ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. ഫസകന, പർവ്വതം അവിടെ നിശ്ചലമായിരുന്നു. ഞാൻ ഷഹീദാകുമെന്ന് എന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ബലാ വല്ലാഹ്, ഞങ്ങൾക്ക് അതൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ ഞങ്ങൾ വധിക്കുകയാണ് എന്ന് പറഞ്ഞ് ദുഷ്ടന്മാർ വധിച്ചു കളഞ്ഞ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ പറഞ്ഞു, അല്ലാഹു അക്ബർ, ഒക്കെ സാക്ഷി പറയുന്നു, ഇശ്ഹദൂ ലീ വറബ്ബിൽ കഅബ അന്നീ ഷഹീദ്, ഞാൻ ഷഹീദാവാൻ പോവാൻ, അല്ലാഹുവാണ് സാക്ഷി, ഈ ഹദീസ് നിങ്ങൾക്കറിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നത്. ആ സമയം സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല അൻഹു അവർ ചെന്ന് പറയാണ്, നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഒരു സംശയം ചോദിച്ചെന്ന് പറഞ്ഞാൽ, എന്നുവെച്ചാൽ സ്വപ്നം അർശിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ എത്തിയിട്ടില്ലേ എന്നിപ്പോ എങ്ങനെ അറിയാം? ആ കണ്ട സ്വപ്നം സത്യമായി പുലർന്നോ എത്തി എന്നുള്ള വിഷയം ഉറപ്പാണ്. ഇല്ലേ, ഞാൻ അവിടെ എത്തിയിട്ടില്ല, ഇതിന് മുമ്പ് തന്നെ ഞാൻ ഉണർന്നു എന്നാണ് പറഞ്ഞതിനർത്ഥം. സുബ്ഹാനല്ലാഹ്. ഹദീസിലേക്ക് വരാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അവരാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അവർ പറഞ്ഞു, ഞാനിന്ന് പോയി സലാം പറയട്ടെ എന്ന് വിചാരിച്ചു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട്. അങ്ങനെ ഞാൻ ചെന്ന് സലാം പറഞ്ഞു, അസ്സലാമു അലൈക യാ അഖി, എന്റെ സഹോദര, അങ്ങനെ വിളിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സലാം അടക്കി, മർഹബൻ യാ അഖി, വന്നേക്കൂ എന്റെ സഹോദര. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല ഉസ്മാൻ തങ്ങളൊരു സ്വപ്നം പറഞ്ഞു കൊടുത്തത്. റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഹബീബായ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു. ഫി ഹാദിഹിൽ ഖൗഖ, വീടിന്റെ ചെറിയൊരു ചെരുവിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ കണ്ടു, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു. എന്നോട് ചോദിച്ചു, യാ ഉസ്മാൻ ഹസറൂക്, ഉസ്മാൻ എന്നവരെ നിങ്ങൾ അവരെ പിടിച്ചിട്ട് ബന്ദിയാക്കിയിട്ടുണ്ടല്ലേ? ഖുൽതു നഅം, അതേ എന്ന് ഞാൻ പറഞ്ഞു. അത്തശൂക്, നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ തരാതെ നിങ്ങളെ ദാഹിപ്പിച്ചിട്ടുണ്ടല്ലേ നിങ്ങളുടെ ജനങ്ങൾ? ഖാല നഅം, അതേ നബിയെ, അവരെന്നോട് അങ്ങനെ ചെയ്തു. ഫഅദ്ല ഇലയ്യ ദൽവൻ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊരു ബക്കറ്റ് വെള്ളം തന്നു. ഫീഹിമാ,
ഫശരിബ്, ഞാനതിലെ വെള്ളം കുടിച്ചു. ദാഹം തീർന്നു, എന്റെ ദാഹം തീർന്നു. ആ വെള്ളത്തിന്റെ തണുപ്പ് ഇപ്പോഴും എനിക്ക് എന്റെ നെഞ്ചത്തും എന്റെ തോൾഭാഗത്തും ആ വെള്ളത്തിന്റെ തണുപ്പ് ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നു. സ്വപ്നത്തിനെ പിടിപ്പിച്ചത് എനിക്കത് ഇപ്പോഴും ഉണ്ടെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നോട് പറഞ്ഞു, ഉസ്മാൻ ഇൻ ശിഅത നസ്റത അലൈഹിം വ ഇൻ ശിഅത അസ്റത ഇൻദന. ഉസ്മാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്ക് സഹായം തരും, അല്ല നിങ്ങൾ നോമ്പ് മുറിക്കാൻ നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് പോരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നബിയെ, അന്ന് നോമ്പുകാരനായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നോമ്പ് മുറിക്കാൻ ഞാൻ അങ്ങോട്ട് വരികയാണ് നബിയെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു നോമ്പ് മുറിക്കാൻ വേണ്ടി അവരുടെ അപ്സരസായ ഒരു സ്വർഗീയ വനിതയുടെ അടുത്തേക്ക് പോയ ചരിത്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. യാ അല്ലാഹ്, ഞാൻ അങ്ങോട്ട് വരികയാണ് നബിയെ എന്ന് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു. ആ ദിവസം നോമ്പ് മുറിക്കുന്നതിന്റെ മുമ്പാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ വലിയ വേറെ സംഭവം പറഞ്ഞു. അതിന്റെ അടുത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ കഴുത്തറുത്ത് വധിക്കുകയാണ്. അത്രയും വേദനിപ്പിച്ചുകൊണ്ടാണ് വധിച്ചത്. ഇസ്ലാമിക ലോകം കണ്ട ഏറ്റവും വലിയ ഫിത്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖത്ലായിരുന്നു. കാരണം അതിന്റെ മുമ്പും കൊല ചെയ്യപ്പെടാറുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ചെയ്ത പോലെ മുസ്ലിം ഉമ്മത്ത് കണ്ടിട്ടില്ല. ആ നേരത്ത് വേദന പൊളഞ്ഞ് റൂഹിങ്ങനെ പോകുന്ന നേരത്ത് ഉസ്മാൻ തങ്ങൾ എന്തോ പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ അവിടെ കൂടിയിരുന്ന ആളുകളോട് ചോദിച്ചു, നിങ്ങൾ കേട്ടോ എന്താണ് പറഞ്ഞതെന്ന്? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ കേട്ടു. അവർ പറഞ്ഞുകൊണ്ടിരുന്നു, സമിഅനാഹു യഖൂൽ അല്ലാഹുമ്മ ജ്മഅ ഉമ്മത മുഹമ്മദ്, അല്ലാഹുമ്മ ജ്മഅ ഉമ്മത മുഹമ്മദ്, അല്ലാഹുമ്മ ജ്മഅ ഉമ്മത മുഹമ്മദ്. അല്ലാഹ് ഈ മുസ്ലിം ഉമ്മത്തിനെ ഐക്യത്തിലാക്കി പടച്ചവനെ, മുസ്ലിം ഉമ്മത്തിനെ ഐക്യത്തിലാക്കി പടച്ചവനെ, ഈ ഉമ്മത്തിനെ ഭിന്നിപ്പിക്കല്ല അല്ലാഹ് എന്ന് 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദായി ലോകത്തോട് യാത്ര പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ചെമ്പരിക്ക ഖാദി അവരുടെ വഫാത്തിനെ സംബന്ധിച്ച് നമ്മൾ സങ്കടത്തിൽ അനുസ്മരിക്കും. ഷഹാദത്താണ്, വലിയ സൗഭാഗ്യമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തായിട്ട് ബഹുമാനപ്പെട്ടവരുടെ ശരീരം മറവ് ചെയ്യാൻ 3 ദിവസം ഒരാളും അടുത്തു വന്നില്ല. അങ്ങനെ കുറ്റിക്കാട്ടിൽ കടന്നിട്ടുണ്ട് ഉസ്മാൻ തങ്ങളുടെ മയ്യിത്ത്. പിന്നെയാണ് എടുത്ത് മറവ് ചെയ്യുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തിട്ടുള്ള ജന്നത്തുൽ ബഖീഇലെ ഇന്ന് നമ്മൾ കാണുന്ന സ്ഥലം അന്ന് റൗദയുടെ അന്ന് ജന്നത്തുൽ ബഖീഇന്റെ പുറത്താണ്. അവിടേക്കൊന്നും ജന്നത്തുൽ ബഖീ എത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജന്നത്തുൽ ബഖീന്റെ പുറത്തായിരുന്നു അവരെ സുബ്ഹാനല്ലാഹ് മറവ് ചെയ്തത്. അതൊക്കെ ഇന്ന് ബഖീഇന്റെ ഭാഗമാക്കിയെടുത്തു സുബ്ഹാനല്ലാഹ് തങ്ങൾക്ക് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഷഹാദത്താണ്. ഇങ്ങനെ രക്തസാക്ഷിത്വം കിട്ടുമെന്ന് മുമ്പേ പറഞ്ഞു. മക്കയിലായിരിക്കെ പറഞ്ഞു റസൂലുള്ളാഹി സല്ലല്ലാഹു, ഇവര് ഷഹീദാണ്, എന്റെ കൂടെ ഉള്ളത് സിദ്ദീഖാൻ, പിന്നെ 2 ഷഹീദുമാണ്, പിന്നെ അല്ലാഹുവിന്റെ നബിയാണ് ഞാൻ. അതുകൊണ്ട് സബീർ അടങ്ങി നിൽക്കുന്ന മലയോട് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഹദീസ് സ്വഹീഹായ ഹദീസാണ്. യാ അല്ലാഹ്, ഹുസ്നുൽ ഖാത്തിമ, രക്തസാക്ഷിത്വത്തിലൂടെ വഫാത്താവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മാർഗം അതാ, നമുക്ക് ഷഹീദായിട്ട് മരിക്കാൻ കഴിയും, ആണിനും പെണ്ണിനും. വശുഹദാഉ ഉമ്മത്തി അസ്ഹാബുൽ ഫുർസ്, എന്റെ ഉമ്മത്തിലെ അധിക വരുന്ന ശുഹദാക്കളും വിരിപ്പിൽ കടന്ന് മരിക്കുന്നവരാണ്. യുദ്ധത്തിൽ പോയി മരിക്കുന്ന ശുഹദാക്കൾ കുറവാണ്. വഅക്സറു ശുഹദാഇ അസ്ഹാബുൽ ഫുർസ്, എന്റെ ഉമ്മത്തിൽ അധിക ശുഹദാക്കളും വിരിപ്പിൽ കടന്ന് മരിക്കുന്നവരാണ്. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് ചെയ്യുന്ന വലിയൊരു ഭാഗ്യം അതാണ്. നന്മയിൽ വഫാത്താകാൻ കഴിയുന്നതിന്റെ ഭാഗ്യം, ഷഹാദത്ത് കിട്ടി മരിക്കുന്നതിന്റെ ഭാഗ്യം. വമൻ സഅലല്ലാഹ തആല മുഖ്ലിസൻ മിൻ ഖൽബി, അല്ലാഹുവിനോട് പടച്ചവനെ ഷഹീദായി മരിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണേ എന്ന് ചോദിച്ചാൽ, വിരിപ്പിൽ കടന്ന് മരിച്ചാലും അവൻ മരിക്കുന്നത് ഷഹീദിന്റെ പുണ്യത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങളുടെ ഹദീസ് നമ്മൾ പറഞ്ഞു. ഉമർ തങ്ങൾ എന്തുകൊണ്ട് അവരുടെ വഫാത്ത് കഴിഞ്ഞും വർഷങ്ങൾക്ക് ശേഷം കേടുപാടില്ലാതെ ശരീരം കാണപ്പെട്ട അനുഭവം എങ്ങനെ, എന്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ ഷഹീദാണ്. സുബ്ഹാനല്ലാഹ്. ഹുസ്നുൽ ഖാത്തിമ, നല്ല നിലക്ക് മരിക്കാനുള്ള അനുഭവങ്ങൾ ഉലമാഇന്റെ ഒരുപാട് അനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകണം. തഫാഉലൻ, അതൊക്കെ കേൾക്കുമ്പോഴും പറയുമ്പോഴും അതുകൊണ്ട് നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് കരുതിക്കൊണ്ടാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.
صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒന്നുകൂടെ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ആമീൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു ഈ സ്വലാത്ത് എത്തിച്ചു കൊടുക്കട്ടെ.